ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിഷൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ DCUവിൻ്റെ സൂപ്പർ ഗേൾ കാസ്റ്റിംഗ് ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർമാൻ ലെഗസി മൂവിയിൽ സൂപ്പർമാൻ മാത്രമല്ലാതെ വേറെ ഒത്തിരി സൂപ്പർ ഹീറോസ് വരും എന്നുള്ള കാര്യം നമുക്കറിയായിരുന്നു. ആൾറെഡി സൂപ്പർമാൻ്റെ കാസ്റ്റിംഗ് കൺഫേം ആയതാണ്. ഡേവിഡ് കോറൻ സ്മിത്താണ് സൂപ്പർമാനായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. അപ്പം എന്നാൽ ഈ ഒരു മൂവിയിൽ സൂപ്പർ ഗേളും കൂടെ വരും എന്നുള്ള കാര്യം നമുക്ക് ആൾറെഡി അറിയായിരുന്നു. സോ ഇപ്പോൾ സൂപ്പർ ഗേളിൻ്റെ കാസ്റ്റിംഗ് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ആൾറെഡി ഒരു 3 ആക്ടേഴ്സ് ടോപ്പ് ചോയ്സിലുണ്ടായിരുന്നു. ബട്ട് അതിൽ ചാൻസ് കിട്ടിയത് ആർക്കെന്ന് വെച്ചാൽ മില്ലി ആൻകോക്ക് എന്നൊരു ആക്ട്രസിനാണ് സൂപ്പർ ഗേളായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുള്ളത്. സോ ഇനിയിപ്പം ജെയിംസ് ഗണ്ണിൻ്റെ DCUവിൽ ഈ ഒരു ആക്ടേഴ്സാണ് സൂപ്പർ ഗേളായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടേഴ്സ് നിങ്ങൾ ആൾറെഡി ഈ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ് ആ സീരീസിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിന് പ്രീക്വലായിട്ട് വന്ന സീരീസ്. അപ്പോൾ പെർഫോമൻസൊക്കെ സൂപ്പറാണ്. എനിക്ക് പേഴ്സണലി ആ ഒരു സീരീസിൽ പെർഫോമൻസൊക്കെ സൂപ്പറായിട്ടുള്ള പോലെയാണ് തോന്നിയത്. അപ്പം ഉറപ്പായിട്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും വേറെ ലെവലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്ക് പേഴ്സണലായിട്ട് സൂപ്പർ ഗേളായിട്ട് ഈ ഒരു ആക്ട്രസ് നന്നായിട്ടുള്ള പോലെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പം കാരണം അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അതിന് കാസ്റ്റിംഗ് ആയത്, ഓഡീഷനിൽ ചാൻസ് കിട്ടിയതിന്. കാരണം ചുമ്മാ ആരും കാസ്റ്റ് ചെയ്യൂലല്ലോ. സോ അതിനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ആക്ട്രസിന് സൂപ്പർ ഗേളായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടിയത്. സോ അപ്പോൾ എനിക്കെന്തോ ഈ ആക്ട്രസ് നന്നായിരിക്കും തന്നെയാണ് തോന്നുന്നത് സൂപ്പർ ഗേളായിട്ടുള്ള റോളിൽ. സോ ഈ ഒരു ആക്ട്രസിൻ്റെ ഏജ് എന്ന് പറയുന്നത് 23 ആണ്. ഇനിയിപ്പം April 11 ആകുമ്പോൾ 24 ആകും. അപ്പം ഏജും കറക്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ സൂപ്പർ ഗേളായിട്ട് ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഈ ഒരു ആക്ട്രസിനെ സൂപ്പർ ഗേളായിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ഉറപ്പായിട്ട് കമൻറ്റിൽ പറഞ്ഞേക്കാം. സോ ഇതിനു മുമ്പേ സൂപ്പർ ഗേളായിട്ട് DCUവിൽ അഭിനയിച്ചത് ഷാഷ കെയിലിൻ്റെ സൂപ്പർ ഗേളായിരുന്നു. സോ ആ ഒരു ആക്ട്രസ്സായിരിക്കും കണ്ടിന്യൂ ആവണമെന്നാണ് നിറയെ ആൾക്കാർ വിചാരിച്ചത്. എന്നാൽ അങ്ങനെയല്ല, പുതിയ ആക്ട്രസ്സാണ് സൂപ്പർ ഗേളായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. കാരണം ജെയിംസ് ഗണ്ണിൻ്റെ DCU എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതൊരു കംപ്ലീറ്റ് റീബൂട്ടാണ്. സോ സൂപ്പർ ഗേളും സൂപ്പർമാനും ബാറ്റ്മാനും എല്ലാവരും പുതിയ ആക്ടേഴ്സായിരിക്കും. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് യൂണിവേഴ്സാണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരൊന്നും വരില്ല. സോ അതുകൊണ്ട് നമുക്കിത് അങ്ങോട്ട് ഉറപ്പിക്കാം. സോ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ ഗേളായിരുന്നു വെച്ചാൽ CW സീരീസിൽ അവന് മെലീഷയുടെ ആ ഒരു സൂപ്പർ ഗേളാണ് എനിക്കിഷ്ടം. സീസൺ 1 ആ ഒരു ആക്ടേഴ്സിൻ്റെ പെർഫോമൻസൊക്കെ പൊളിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് പോകുന്നവർ കുറച്ച് ക്രിഞ്ചായിപ്പോയി, അത് വേറെ കാര്യം. ബട്ട് ആക്ടേഴ്സ് കൊള്ളായിരുന്നു. സോ അപ്പം ഈ ഒരു നമ്മുടെ മില്ലി ആൻകോക്കും നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം അങ്ങനെ ആയതുകൊണ്ടാണ് കാസ്റ്റിംഗ് ആയത്, ഓഡീഷന് സെലക്ട് ആയത്. സോ അപ്പം അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ ഒരു ആക്ടേഴ്സിനുണ്ട്, അതുകൊണ്ടാണ് സെലക്ട് ആയത്. സോ എന്തായാലും നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു മൂവിയിൽ നമ്മൾ സൂപ്പർ ഗേളിൻ്റെ ഓറിജിൻ കാണാൻ പോകണമെന്ന് തോന്നുന്നില്ല. സോ ചിലപ്പോൾ സൂപ്പർ ഗേളിൻ്റെ ഓറിജിൻ പറയാൻ ചാൻസസ് ഉണ്ട്. സൂപ്പർമാൻ്റെ ഓറിജിൻ എന്തായാലും പറയാൻ പോകുന്നില്ല. കാരണം നമ്മൾ ആൾറെഡി സൂപ്പർമാൻ്റെ ഓറിജിൻ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് മൂവിയിൽ സൂപ്പർമാൻ്റെ ആ ഒരു ലൈഫാണ് കാണാൻ പോകുന്നത്. സോ ചിലപ്പോൾ സൂപ്പർ ഗേളിൻ്റെ ഓറിജിൻ പറയാൻ ചാൻസ് ഇല്ല. സൂപ്പർ ഗേളിൻ്റെ ഓറിജിനും കാണിക്കാനും ചാൻസ് ഇല്ലെന്നാണ് തോന്നുന്നത്. ഇത് മാത്രമല്ല, സൂപ്പർ ഗേൾ ഏതൊക്കെ പ്രോജക്ട്സിലാണ് അപ്പിയർ ആകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒന്ന് വന്ന് സൂപ്പർമാൻ ലെഗസി, മറ്റൊന്ന് വന്ന് നമ്മുടെ സൂപ്പർ ഗേളിന് ഒരു മൂവി വരാൻ പോകുന്നുണ്ട്, അതായത് വുമൺ ഓഫ് ടുമോറോ എന്നൊരു മൂവി വരും. അപ്പം 2 പ്രോജക്ട്സിലാണ് ഇപ്പോൾ സൂപ്പർ ഗേൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുള്ളത്. സോ ഇനി ഇതല്ലാതെ ഇടയ്ക്കുള്ള ഏതെങ്കിലും പ്രോജക്ട്സിനും മേ ബി സൂപ്പർ ഗേൾ വരാനൊക്കെ ചാൻസസ് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിറയെ പേർക്കുള്ള ഡൗട്ടാണ് ഈ സൂപ്പർമാൻ ലെഗസിയിൽ ബാറ്റ്മാൻ അപ്പിയർ ആകുമോ എന്നുള്ളൊരു കാര്യം. ആക്ച്വലി ബാറ്റ്മാൻ വരില്ല എന്നാണ് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ. സോ ബാറ്റ്മാനെ ആരും പ്രതീക്ഷിക്കുന്നത്. ബട്ട് ബാറ്റ്മാൻ്റെ റെഫറൻസ് എന്തായാലും സൂപ്പർമാൻ ലെഗസി മൂവിയിൽ വരാൻ ചാൻസസ് ഉണ്ട്. കാരണം ബാറ്റ്മാനും ഈ ഒരു ടൈമിലുണ്ട്. ഓക്കെ, ഗോതം സിറ്റിയിൽ ബാറ്റ്മാനും ഉണ്ട്. സോ ബാറ്റ്മാൻ്റെ റെഫറൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ബാറ്റ്മാൻ അപ്പിയർ ആകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സൂപ്പർ ഗേൾ ആക്ടേഴ്സിന് ഇഷ്ടപ്പെട്ടോ? സോ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.